ഓക്കെ, സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻഫിനിക്സിൻ്റെ പുത്തൻ ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണായ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് HD 2021 ആണ്. ഇൻഫിനിക്സ് പറയുന്നതനുസരിച്ച് ഈ ഒരു ഫോൺ മാർക്കറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന, പക്ഷേ ഇപ്പം വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എൻട്രി ലെവൽ നല്ലൊരു ബഡ്ജറ്റ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് HD 2021. അതുമാത്രമല്ല, നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്, ഫസ്റ്റ് ലുക്ക്, പിന്നെ ഇതിൻ്റെ ഗിവ് അവേയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് HD 2021 എന്ന സ്മാർട്ട് ഫോൺ. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. 5000 mAh ബാറ്ററി ഉണ്ട്. 2GB പ്ലസ് 32GB ആണ് വേരിയൻറ്റ്. DTS സറൗണ്ട് സൗണ്ടിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. സോ നമുക്കിത് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഫോണാണ്, നമുക്കത് മാറ്റി വെക്കാം. 5 വാട്ടിൻ്റെയാണ് ചാർജർ. മൈക്രോ USB കേബിളാണ് തന്നിരിക്കുന്നത്. TPU കേസ് ഉണ്ട്. ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സ്ക്രീൻ പ്രൊട്ടക്ടറും കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് HD 2021 എന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീൽ നോക്കിയാൽ ഒരു ലൈറ്റ് ഫോണാണ്. കോമ്പാക്റ്റ് ഫോൺ തന്നെയാണ്. 6.1 ഇഞ്ചിൻ്റെ അപ്രോക്സിമേറ്റ്ലി 6.1 ഇഞ്ചിൻ്റെയാണ് ഡിസ്പ്ലേ. വെയിറ്റും ലൈറ്റാണ്. 200 ഗ്രാമിൻ്റെ താഴെയാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 195 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. എൻട്രി ലെവൽ ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ബാക്ക്. പിന്നെ ഇൻഫിനിക്സ് പറയുന്നതനുസരിച്ച് ഒരു ജെം കട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു V ഷേപ്പ് കാണാൻ കഴിയും. അങ്ങനെ രസകരമായ ഒരു പാറ്റേൺ, ഒരു V ഷേപ്പ് V പാറ്റേൺ ബാക്കിലുണ്ട്. ഇത് ബ്ലൂ ആണ്, ടോപ്പാസ് ബ്ലൂ കളറാണ്. മറ്റ് 2 കളേഴ്സാണ് ഒബ്സിഡിയൻ ബ്ലാക്ക് ആൻഡ് ക്വാർട്സ് ഗ്രീൻ. നമുക്ക് TPU കേസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡീസൻ്റ് ആണ്, ഓക്കെ TPU കേസാണ്. ആ ഫ്ലെക്സിബിൾ ടൈപ്പ് അല്ല, കുറച്ചുകൂടെ ഒരു ഹാർഡ് ടൈപ്പ് TPU കേസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. ഫോണിൻ്റെ ടോപ്പിലാണ് ഹെഡ്ഫോൺ ജാക്ക്. ലെഫ്റ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം റോക്കറുമാണ്. റൈറ്റ് സൈഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. ഫോണിൻ്റെ ബോട്ടം സൈഡ് നോക്കിയാൽ മൈക്ക് ഉണ്ട്, പിന്നെ മൈക്രോ USB സ്ലോട്ട് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എവിടെയാണ് ഇതിൻ്റെ സിം ട്രേ. ഞാനും കുറേ തപ്പി, എന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ബാക്ക് കവർ എടുക്കാൻ പറ്റും നമുക്ക്. സോ നമ്മുടെ പണ്ടത്തെ ഫോൺസിൻ്റെ ഒരു സെറ്റപ്പാണ്. സോ ഇതാണ് സെറ്റപ്പ്. ഇത് SIM1 സ്ലോട്ടാണ്, ഇത് SIM2 സ്ലോട്ട്, പിന്നെ ഇവിടെയാണ് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട്. സോ ഒരു ഡിഫറൻറ്റ് സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരു എൻട്രി ലെവൽ ഫോൺ ആയതുകൊണ്ടായിരിക്കും ഈ ഒരു സെറ്റപ്പ്. നമുക്ക് എന്തായാലും ഇത് ക്ലോസ് ചെയ്യാം. സെൻസേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ നോർമലി ഈ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെൻറ്റിൽ ഒഴിവാക്കുന്ന സെൻസേഴ്സൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിക് സെൻസർ ഇല്ല, ജൈറോസ്കോപ്പ് ഇല്ല, ഓറിയൻറ്റേഷൻ സെൻസറും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, ഇത്രയും കുറഞ്ഞൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പിന്നെ ഫേസ് അൺലോക്ക് ഫീച്ചറും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്, സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിന്. നമുക്ക് ഫേസ് അൺലോക്ക് ഫീച്ചർ നോക്കാം. സോ ഫേസ് അൺലോക്ക് ഫീച്ചർ ആയാലും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയാലും രണ്ടും നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. സ്മാർട്ട് HD 2021 എന്ന ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് 6.1 ഇഞ്ചിൻ്റെ HD പ്ലസ് ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ്. 19.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ. IPS LCD ഡിസ്പ്ലേ ആണ്. 500 നിറ്റ്സിൻ്റെ ആണ് മാക്സ് ബ്രൈറ്റ്നസ് ഇൻഫിനിക്സ് പറയുന്നതനുസരിച്ച്. പിന്നെ 85% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റും പ്രൈസ് റേഞ്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കംപ്ലയിൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഓക്കെയാണ്, ഡീസൻറ്റ് ഡിസ്പ്ലേ ആണ്. 500 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ബ്രൈറ്റ്നസ് ലേശം കുറവാണ്. പിന്നെ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 5999 ആണ്, 6000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. സോ വളരെ എൻട്രി ലെവലായ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കംപ്ലയിൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഓക്കെ, നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. നല്ല കളർ കാലിബ്രേഷൻ ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. അത്യാവശ്യം നല്ല വ്യൂവിങ് ആംഗിൾസും കിട്ടുന്നുണ്ട്. സോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ വൈഡ് വൈൻ L3 ആണ് സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. സോ നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും നിങ്ങൾക്ക് HD കണ്ടന്റ് കാണാൻ കഴിയും. ഫുൾ HD കഴിയില്ല. ഈ ഫോണിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചാൽ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണല്ല. എന്ന് പറയുകയാണെങ്കിൽ ഡേ ടു ഡേ യൂസിന് വേണ്ടി ഓക്കെയാണ്. അവിടെ ചെറിയൊരു ലാഗും സ്റ്റട്ടറും നിങ്ങൾ കണ്ടേക്കാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ തുറന്നു വെച്ചാൽ ചിലപ്പം അവിടെ ലാഗ് വന്നേക്കാം. അതല്ലാതെ ഗെയിമിങ്ങിന് വേണ്ടിയുള്ളൊരു ഫോണല്ല. കാരണം ഇതിൽ വന്നിരിക്കുന്നത് മീഡിയടെക്കിൻ്റെ ഹീലിയോ A22 പ്രോസസ്സറാണ്. സോ വളരെ ബേസിക് ഒക്ടാ കോർ പോലുമല്ല, ക്വാഡ് കോർ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടി, ഓൺലൈൻ ലേർണിംഗ്, പിന്നെ നിങ്ങൾക്ക് ഓഫീഷ്യൽ യൂസ് ആണെങ്കിൽ കോർപ്പറേറ്റ് യൂസ് അതിന് യൂസ് ചെയ്യാൻ പറ്റും.
ഓൺലൈൻ വർക്കിന് വേണ്ടിയാണ്. പിന്നെ വീഡിയോസൊക്കെ കാണാൻ കഴിയും, നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും, കോളിംഗ് ഫീച്ചേഴ്സ് അതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നല്ല കടുപ്പമുള്ള വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടി ഉള്ള ഒരു അതല്ല ഫോണല്ല ഈ ഫോൺ. നോർമൽ യൂസിന് വേണ്ടി, ഡേ ടു ഡേ യൂസിന് വേണ്ടി അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. അങ്ങനെ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. UI നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ XOX ആണ്. നമ്മൾ ഓൾറെഡി കുറേ തവണ കണ്ടതാണ്. ഇൻഫിനിക്സിൻ്റെ സ്വന്തം XOS UI ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10 വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഗോ വെർഷനാണ്, ആൻഡ്രോയിഡ് ഗോ വെർഷൻ. ഈ ബേസിക് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഫോൺസിൽ വരുന്ന ആൻഡ്രോയിഡ് ഗോ വെർഷൻ ഉണ്ടല്ലോ, ആ വെർഷനാണ് വരുന്നത്. അതിൻ്റെ മേളിലാണ് XOS വരുന്നത്. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ എനിക്ക് ഒരുപാട് ബ്ലോട്ട് വെയർസ് ഒന്നും കാണേണ്ടി വന്നില്ല. നോർമലി ഇൻഫിനിക്സിൻ്റെ ഫോൺസിൽ ഒരുപാട് ബ്ലോട്ട് വെയർസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്യാവശ്യം കുറവായിരുന്നു ശരിക്കും. അത്രയും ബ്ലോട്ട് വെയർസ് ഇല്ല. എനിക്ക് ഒരു റേസിംഗ് ഗെയിമും പിന്നെ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. അതല്ലാതെ അങ്ങനെ പിന്നെ ഇവരുടെ സൈഡിൽ നിന്ന് വരുന്ന എന്താ പറയുക, ഇൻഫിനിക്സിൻ്റെ ബ്ലോട്ട് വെയർസ് ഒക്കെ ഉണ്ട്. അല്ലാതെ തേർഡ് പാർട്ടി ബ്ലോട്ട് വെയർസ് ഒക്കെ കുറവായിരുന്നു. പിന്നെ ഓൺ ദ ഫേസ് ആഡിൻ്റെ ഇഷ്യൂ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ആഡൊന്നും കിട്ടിയിട്ടില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ ആഡ് ഞാൻ കണ്ടില്ല. ബ്ലോട്ട് വെയർസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2GB ആണ് ഇതിൻ്റെ റാം. 2GB 32GB വേരിയൻ്റ് ആണ്, സിംഗിൾ വേരിയൻ്റ് ആണ്. സോ 2GB ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ആഡും കൂടെ ചേർത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസിനെ അത് ബാധിക്കും. എനിക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആഡ് കുറച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് എക്സ്പീരിയൻസിൽ ഇഷ്യൂ ഒന്നുമില്ല. നോർമൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുമ്പോഴും ഒരു വിൻഡോ നിന്ന് മറ്റോ വിൻഡോയിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുമ്പം അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഭയങ്കരമായ സ്റ്റക്കോ ലാഗോ ഒന്നും ഫീൽ ആവില്ല. ഈ ഒരു ഫോണിനെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കാതിരുന്നാൽ മതി, ഇഷ്യൂസ് ഒന്നും വരില്ല. നോർമൽ ഡേ ടു ഡേ യൂസിന് വേണ്ടി ഓക്കെ, ഡീസൻറ്റ് നല്ല പെർഫെക്റ്റ് ഫോണാണ്. ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കിയാൽ ഈ ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും അതൊരു ബോണസ് ഫീച്ചറായിട്ട് എടുത്താൽ മതി. അല്ലാതെ ക്യാമറയ്ക്ക് വേണ്ടി ഈ ഫോൺ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാലോ, 6000 റുപ്പീസിൻ്റെ ഫോണാകുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസും ഒരുപാട് കളർ ആക്യുറേറ്റ് ഫോട്ടോസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഫോട്ടോസ് എടുക്കാൻ പറ്റും, അത്ര കരുതിയാൽ മതി. ഫോട്ടോസ് എടുക്കാൻ പറ്റും, ഡീസൻറ്റ് ഫോട്ടോസും ഡീസൻറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും. പക്ഷേ അത്രയും ക്വാളിറ്റി ഒന്നും കിട്ടില്ല. ക്വാളിറ്റി ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും, ഡീറ്റെയിൽസും കുറവാണ്. പിന്നെ അത്രയും കളർ ആക്യുറേറ്റ് അല്ല. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഫോക്കസിങ് ഇഷ്യൂ ഉണ്ട്. ഫോക്കസ് ഹണ്ടിങ് കാണാം, എക്സ്പോഷർ കറക്ഷൻ ഓക്കെയാണ്. ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, 6000 റുപ്പീസിൻ്റെ ഫോൺ ആയതുകൊണ്ട് ഓക്കെ, ഡീസൻ്റ് ആണ്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരാൻ പോകുന്നില്ല. നോർമൽ ഡീസൻറ്റ് യൂസിന് വേണ്ടി ഓക്കെയാണ്. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. കൂടെ കിട്ടിയിരിക്കുന്നത് 5 വാട്ടിൻ്റെ ചാർജറാണ്. സോ ഒരുപാട് നേരം നിൽക്കും, അത് ഉറപ്പാണ്. കുറേ നേരം നിൽക്കും, പക്ഷേ ചാർജ് ചെയ്യാൻ വേണ്ടിയും ഒരുപാട് സമയം എടുക്കും. 5 വാട്ടിൻ്റെ ചാർജറാണ്, 5000 mAh ബാറ്ററി ഉണ്ട്. സോ നൈറ്റ് ചാർജിങ് ആയിരിക്കും, ഓവർനൈറ്റ് ചാർജിങ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം എനിക്ക് 2.5 ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല, പക്ഷേ എന്തായാലും 2-2.5-3 മണിക്കൂർ എന്തായാലും എടുക്കും മിനിമം. സോ അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് ചാർജിങ്ങിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഫോണിൻ്റെ ഓഡിയോ പെർഫോമൻസ് നോക്കിയാൽ ഡീസൻ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡീസൻറ്റ് ഇയർഫോൺ പെർഫോമൻസ് ത്രൂ ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. സ്പീക്കേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിംഗിൾ സ്പീക്കേഴ്സ് ആണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. DTS സറൗണ്ട് സൗണ്ടിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് ഇൻഫിനിക്സ് പറയുന്നുണ്ട്. പക്ഷേ ആവറേജ് ക്വാളിറ്റി സ്പീക്കേഴ്സ് ആണ്. അതും മേളിലാണ്, അതായത് ബാക്കിലാണ്. സ്പീക്കേഴ്സ് ബാക്കിലായതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ സ്പീക്കർ അടഞ്ഞു പോകും. സോ ഒരു അടഞ്ഞ സൗണ്ടാണ് വരുന്നത്. ഞാൻ എന്തായാലും എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ സൈഡിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സ്പീക്കർ പെർഫോമൻസ് കിട്ടിയേനെ. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ആൻ ആവറേജ് സ്പീക്കർ പെർഫോമൻസ്. ഈ ഫോണിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിങ്ങിൻ്റെ ഫീച്ചർ ഇല്ല, പക്ഷേ FM റേഡിയോൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. സോ FM റേഡിയോ കേൾക്കുന്നവർക്ക് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. വൈഡ് വൈൻ L3 ആണ് സപ്പോർട്ട്. ക്യാമറ ടു API ഫീച്ചർ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. പിന്നെ SAR വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. സോ ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, എൻ്റെ ഫസ്റ്റ് ഫീഡ്ബാക്ക് എന്താണ്? ഞാൻ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ്, സോ 5999 റുപ്പീസ് അല്ലെങ്കിൽ 5999, അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രൈസ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. നോർമലി ഞാൻ പ്രൈസ് ലാസ്റ്റാണ് പറയുന്നത്, പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് തന്നെ പ്രൈസ് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ ആ ഒരു പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വേണം ഈ ഫോണിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി. കാരണം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എല്ലാം മോശമാണ് നമുക്ക് പറയാം, പക്ഷേ ആ ഒരു പ്രൈസും കൂടെ നോക്കുമ്പം ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഡീസൻ്റ് ആണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നില്ല. പക്ഷേ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്, 6.1 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഓക്കെയാണ്, ആവറേജ് സ്പീക്കർ പെർഫോമൻസ്, ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ്. പക്ഷേ ഇത് ക്യാമറ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫോണല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി പിന്നെ വീഡിയോ കാണാൻ വേണ്ടി ഒരു എൻട്രി ലെവൽ ബേസിക് ഫോൺ വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് HD 2021. ഞാൻ ഈ ഒരു ഫോണിൻ്റെ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അതൊരു ക്രിസ്മസ് ഗിവ് അവേ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ ഗിവ് ആയിട്ട് കരുതാം. ഓക്കെ, സോ ആ ഒരു ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ഒരു ഫോൺ ഫ്രീ ആയിട്ട് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഫസ്റ്റ് ഈ നമ്മുടെ ചാനൽ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഗ്ലീമിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത്
നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളൊരു രജിസ്റ്റേർഡ് പാർട്ടിസിപ്പൻ്റ് ആവും. വിതിൻ 1 or 2 weeks ഞാൻ ഈ ഒരു ഗിവ് അവേൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.